ഹലോ, നമ്മളെല്ലാവരും കൂടി ഗുരുവായൂർ അമ്പലത്തിൽ പോവാണ്. എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 5 കസിൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒന്ന് അമ്പലത്തിൽ പോകുന്നത് കരുതി ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് ഒരുങ്ങിയൊക്കെയാണെന്ന് വിചാരിച്ച് ഒരുങ്ങുക. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, സൺസ്ക്രീൻ കൊടുക്കുന്നു, പൗഡർ കൊടുക്കുക, ഒരു ഐലൈനർ, ഒരു പൊട്ട്, ലിപ്സ്റ്റിക് അത്രേ ഉള്ളൂ. അപ്പോൾ അതിക്ക് സൺസ്ക്രീൻ തേച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ പൗഡർ ഇട്ട്, പിന്നെ നമ്മൾ ഐലൈനർ ഇട്ടിട്ടുണ്ട്. ഐലൈനർ എനിക്ക് ഫോണിൽ നോക്കി ഇടാൻ പറ്റില്ല, അപ്പോൾ ഞാൻ കണ്ണാടി നോക്കി ഐലൈനർ ഇട്ടു, പിന്നെ ഒന്ന് കണ്ണെഴുതി, പിന്നെ ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടു. പിന്നെ ഒരുങ്ങൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇവനെ എടുത്ത് എഴുന്നേപ്പിച്ച് കുളിപ്പിക്കുക അത്ര തന്നെ. അവനെ കുളിപ്പിച്ച് അപ്പം തന്നെ വന്നത്. അപ്പോൾ ഒരു ഹായ് പറയുമ്പോൾ അവൻ കൂട്ടായത്. അപ്പോൾ ഞാൻ ചിരിച്ച്. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് നല്ല മഴ. ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി. എന്നിട്ട് അവിടെ നമ്മൾ നേരെ നമുക്ക് ഗുരുവായൂർക്ക് ബസ് കിട്ടും. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുക കേട്ടോ. അമ്പലത്തിലേക്ക് കുറേ നടന്ന് ഞങ്ങൾക്ക് 2 പേര് വരാണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അവർ ഇവിടെ എത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് അവർ വന്നിട്ട് വേണം ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് കയറാനും. ഞങ്ങളവിടെ നിന്ന് അപ്പോൾ ഇനി അവർ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കുറേ നേരം കാത്തിരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്ന് കുറേ നേരമായപ്പോൾ ഉണ്ട് 2 എണ്ണം വരണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് നേരെ ക്ലോക്ക് റൂമിലേക്ക് പോകണം. ഈ ബാഗും ചെരുപ്പൊക്കെ നമുക്ക് എടുത്ത് വെക്കണ്ടേ. ബാഗും ചെരുപ്പൊന്നും കയറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ബാഗും ചെരുപ്പൊക്കെ കയറ്റാൻ വേണ്ടി അവിടെ കുറേ നേരം വരിക്കുന്നുണ്ട്. ക്ലോക്ക് റൂമിലൂടെ കുറേ തിരക്കുണ്ട്. അപ്പോൾ അവിടെയും കുറേ നേരം കാത്തു നിന്നും ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയിട്ട് കാലൊക്കെ കഴുകി നമുക്ക് നേരെ അമ്പലത്തിനുള്ളിലേക്ക് കയറണം. അമ്പലത്തിനുള്ളിൽ കയറി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഞങ്ങൾ വരിക്കുന്നു. അതിന് കുറേ നേരം വരിക്കുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മൾ പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചു. പായസം, പാൽപ്പായസം, പിന്നെ ഒരു പഞ്ചാമൃതം പോലത്തെ പായസമായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കുറേ നേരം വരിക്കുന്നു. പിന്നെ പായസം മേടിക്കാൻ നല്ല തിരക്കുന്നുണ്ട്. ഞായറാഴ്ച ദിവസം പോയിട്ടുണ്ടായിരുന്നത്. നല്ല കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ലാലു ചോറൊന്നും ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൽ നിന്ന് ചോറ് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെ ഒരു നെയ് റോസ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് കഴിക്കട്ടോ. അതിൽ നിന്ന് കഴിക്കുമ്പോൾ അതിന് മണം കേട്ട് ഞാൻ അതിന് ഒരു കഷ്ണം കടിച്ചിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേ പിന്നെ തീരെ വെയ്യാണ്ടായി. നടന്നു കുറേ നേരം വരിക്കൊക്കെ എന്നിട്ട് നമുക്ക് പിന്നെ വെയ്യാണ്ടായി. ലാലുവിന് പിന്നെ മീൻ കാണാൻ ഭയങ്കര ഇഷ്ടം. അമ്പലക്കുളത്തിൽ കുറേ മീനില്ല. അപ്പോൾ ഞങ്ങൾ കുറേ നേരം മീനെ നോക്കി നിന്നു. അവനെ മീൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭ്രാന്താ. പിന്നെ മീൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വെള്ളാമ്മ, ആമ്മനെ കണ്ടിട്ട് 2 വെള്ളാമ്മ ഉണ്ടായിരുന്നു. അതിനൊക്കെ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് നടക്കുന്നത് നല്ല മഴ പെയ്തു. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ. അങ്ങനെ ശീതളടിച്ചിട്ട് നമുക്ക് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളും നനയാം. അങ്ങനത്തെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ശീതളടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഓടിയിട്ട്. പക്ഷെ മഴ പെയ്തപ്പോൾ അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഒരൊറ്റ മനുഷ്യന്മാരില്ല. ഫുള്ളും ഇങ്ങനെ ആരും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് കാണാൻ. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിൽ വന്നിട്ട് നമ്മൾ ഫ്രണ്ടിലല്ല ബാക്കിൽ നമ്മളില്ല അവിടെ വന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ നടക്കുകയാണ്. ഇങ്ങോട്ടും നമ്മൾ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ അവിടെ നമ്മൾ കേശവൻ്റെ ഒക്കെ ആനയുടെ രൂപമൊക്കെ ഇല്ല, അതൊക്കെ കാണാൻ പോയി. ഞങ്ങൾ കുറേ നേരം അവിടെ ഇട്ടിരുന്നതും. അപ്പോൾ അവിടെ കുറേ നേരം ഇരുന്ന് അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ്. ലാലു അവിടെ പോയിട്ട് ആ പെറ്റിനെ കണ്ടപ്പോൾ അവിടെ പോയി ഇങ്ങനെ കുറേ നേരം നോക്കി നിന്ന് കളിക്കുന്നിട്ടാണ്. ഇതെന്തപ്പോൾ എന്നിട്ട് പിന്നെ ചെറിയ പരുന്നുണ്ടായില്ല. അതിൻ്റെ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ അത് വീഡിയോ നിർത്തിയില്ല. ഫോട്ടോ എടുത്തുമ്പോൾ എല്ലാവരും ഹായ് പറയും. നമ്മൾ ഭയങ്കര നാണം നല്ലൊരു ഹായ് പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നടന്ന് നമ്മൾ അങ്ങണ്ടില്ല അവിടുത്തെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങൻ്റെ ഉള്ളിലേക്ക് കയറി അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഞാനെല്ലാവരും അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു മരത്തിന്മേൽ ഒരു കായ നിൽക്കുന്നുണ്ടായിരുന്നു. എന്ത് കായ എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെ മീനമ്പഴമൊക്കെ ഇല്ല, അതിൻ്റെ ഷേപ്പുള്ളൊരു കായ. പക്ഷെ അത് തിന്നുമോയെന്ന് അറിയില്ല കേട്ടോ. അവിടെ അങ്ങനെ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കുറേ പഴുത്തിട്ട് താഴെ വീണെടുക്കുന്നുണ്ട്. അത് ഞങ്ങൾ അവിടെ പോയി നിന്നിട്ട് കുറേ നേരം നടന്ന് കണ്ടു. എൻ്റെ ലാലു ഇത് ഇവിടേക്കൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. അവിടേക്ക് അടുത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ല. എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. അവിടെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. അടുത്ത് വന്ന് കാണുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ അവിടെ കാണാൻ പോയി. അതൊക്കെ ഇരുന്ന് കണ്ടു. അപ്പോഴാണ് ആന വരുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ വന്നാൽ പിന്നെ ഒരു ആന കാണണമല്ലോ. അപ്പോൾ ആന വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആനനെ പോയിരുന്ന് കണ്ട് തിരിച്ച് ഞങ്ങളിനി പോവാനുള്ള പണിയിലാണ്. രാവിലെ വന്നതാട്ടോ. തിരിച്ച് പോകുമ്പോൾ 4:30-5 മണിയൊക്കെ ടൈമായി. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ പിന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാട്ടോ പോയത്. അവിടെ നിന്നാണ് ബസ് കയറി പോയത്. അപ്പോൾ ലാലു ബസ്സിൽ കയറി ഒരു കാറ്റടിച്ചാൽ മതി അവൻ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും സ്ഥലമൊക്കെ പിടിച്ച് ഞങ്ങളിനി വീട്ടിൽ പോയി കാണാം. കുറേ നേരമായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.